എൻ്റെ കൂട്ടുകാരി എന്ന് പറയാം. കുറേ വീഡിയോസിൽ ഞാൻ അതിനെ കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അധികം കൂട്ട് എന്ന് പറയാനില്ല. എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരാൾ പിന്നെ കൂട്ട് അതുമായി ബന്ധപ്പെട്ട് 1-2 പേരുണ്ടെങ്കിൽ ഞാൻ അധികമായിട്ട് ആരോടും അങ്ങനെ അടുക്കില്ല. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു ക്യാരക്ടർ എൻ്റെ. എനിക്കൊരാളോട് കാണുമ്പോൾ അല്ലെങ്കിൽ സംസാരത്തിൽ അവരുടെ രീതിയിൽ എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരുമായിട്ട് ഞാനങ്ങനെ മിണ്ടുക പോലും ചെയ്യാറില്ല. അതെൻ്റെ ഒരു നെഗറ്റീവ് ക്വാളിറ്റി ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇത്തിരി നമുക്ക് എതിരെ നിൽക്കും എന്ന ഒരു രീതിയാണ്. അതായത് നമുക്കൊരു നല്ല ഒരു വ്യക്തിത്വമാണെന്ന് തോന്നാത്ത രീതിയിലുള്ള ക്യാരക്ടേഴ്സാണ് എന്നാണ് എനിക്കിതുവരെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തിനാണ് അധികമായിട്ട് കുറേ കൂട്ടുകാരുടെ ആവശ്യമുണ്ടെന്ന് കരുതുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കും എന്ന് പറയുന്നത് പോലുള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ്. അത് ഞാനായിരിക്കില്ല, എൻ്റെ കൂട്ടുകാർക്കായിരിക്കും അത് കൂടുതൽ മനസ്സിലാവുക. അവരെ ഞാൻ അതുപോലാണ് സ്നേഹിക്കാറ്. ഭയങ്കര സ്നേഹമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അനിയനെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. അവനൊന്നും പറയാനെടുക്കുകയൊന്നും ചെയ്യില്ല. അങ്ങനെയൊന്നും എനിക്കിഷ്ടമല്ല. അത് ഒറ്റ കാര്യമുള്ളൂ എനിക്ക്. അത് ആരുടെ കാര്യത്തിലായാലും അങ്ങനെ. അപ്പം കൂട്ടുകാർ എന്ന് പറയുമ്പോൾ സ്കൂളിൽ നമ്മൾ പ്രധാനമായിട്ടും അറിയാമല്ലോ. ഞാൻ വേറെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 1 രൂപ ചില ദിവസങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് 1 രൂപയൊക്കെ വാങ്ങിക്കും. 25 പൈസയ്ക്കൊക്കെ നമുക്ക് പട്ടാണി കിട്ടുന്ന സമയമാണ്. പട്ടാണി അറിയാമല്ലോ. അപ്പം അത് നമ്മൾ 4 ഭാഗമാക്കി വെച്ചിട്ട് 4 ടൈമിലായിട്ട് വാങ്ങിക്കും. ബാക്ക് ബെഞ്ചിലിരിക്കുക, ഇതൊക്കെ ഇടയ്ക്ക് കഴിക്കുക, ഇതൊക്കെയാണ് നമ്മളുടെ പ്രധാനം. പിന്നെ പുളിയുടെ ടൈം ആകുമ്പം നല്ല പുളി കൊണ്ടുവരും. ആരും കാണാതെ എവിടെയെങ്കിലുമൊക്കെ മറയത്തൊക്കെ പോയിരുന്ന് കൂട്ടുകാരെല്ലാം കൂടെ പുളി തിന്നും. ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞിലത്തെ ഒരു എന്ന് വെച്ചാൽ തിരിച്ചു സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴുമൊക്കെ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ പോകും. പിന്നെ ഞാൻ പൊതുവെ ഇച്ചിരി സ്ട്രിക്റ്റാണ്. ഈ കുട്ടികളുടേതായിട്ടുള്ള കുറേ കളികളും കാര്യങ്ങളും അതിലൊന്നും അധികം പങ്കെടുക്കാത്തൊരു വ്യക്തിയാണെന്ന് പറയാം. അതായത് കൂടുതൽ കളിച്ചിരികളൊന്നുമില്ല. ഇച്ചിരി സീരിയസ് ആയിട്ട് നടക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്. നിനക്ക് ഇത്ര നാളെ ഞാൻ ചോദിച്ചിട്ടില്ല, ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കും. അവളുമായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. അങ്ങനെ ചോദിക്കും, നിനക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചിട്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ഞാൻ ഒരാളോട് ഇഷ്ടമാണ്, ഒരാളോട് നമ്മൾ ഭയങ്കര കൂട്ടാണെങ്കിൽ അവരെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കും. അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അവരെ നന്നായിട്ട് ശ്രദ്ധിക്കും. സ്നേഹം ഹൃദയത്തിൽ തന്നെ എപ്പോഴും ഉണ്ടാകും. കാരണം അങ്ങനെയുള്ളതാകുമ്പോൾ എനിക്ക് കുഞ്ഞിലെ തൊട്ട് ഇന്നീ നിമിഷം വരെ ഞാൻ എൻ്റെ ഏറ്റവും ഹൃദയത്തിലോട് ചേർത്ത് വെച്ച കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അത് എത്ര കാലം കഴിഞ്ഞാലും അവരെൻ്റെ ഹൃദയത്തിലൂടെ തന്നെ ഉണ്ടാവും. അത് ഒരു മാറ്റവും ഇല്ലായിരിക്കും. നമ്മൾ കോണ്ടാക്റ്റ് ഇല്ലെങ്കിലും പക്ഷേ അവരെൻ്റെ ഹൃദയത്തിൽ ആ ഒരു സ്ഥാനത്ത് ഉണ്ടാവും. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഇപ്പം സ്വാഭാവികമായിട്ടും ഒരു പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ കമൻ്റടിയും മറ്റു കാര്യങ്ങളും അതൊരു പ്രായത്തിൻ്റെ ഒരു ഇതാണ്. പക്ഷേ എനിക്ക് അതിലൊന്നും ഇഷ്ടമുള്ള ഒരാളായിരുന്നില്ല ഞാൻ. അപ്പം പക്ഷേ സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾ ആൺകുട്ടികളാകുമ്പോൾ അവരവരുടേതായിട്ടുള്ള പോകുന്ന വഴിക്ക് പലരും കാണും, പലരും കമൻ്റടിക്കും, ചിലർ ചിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രണയമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും, ഒരു ടൈമാണ്. പക്ഷെ അന്നൊക്കെ എനിക്ക് അതൊന്നും ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെയുള്ളവരെ എനിക്കിഷ്ടമില്ലായിരുന്നു. പിന്നെ ഞാൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എനിക്ക് അധികം വലിയ പൊക്കം ഉള്ള ആളൊന്നും അല്ലായിരുന്നു. അപ്പം ക്ലാസ്സിലേക്ക് ഞാനായിരിക്കും ഇത്തിരി ചെറുത്. അപ്പം അതിൻ്റെ ഒരു പരിഗണന എനിക്ക് എല്ലാവരും തന്നിട്ടുണ്ട്. ടീച്ചേഴ്സിനായാലും ഇത്തിരി പൊക്കക്കുറവല്ലേ. അപ്പം എന്നെ ട്യൂഷൻ സെൻ്ററിൽ പോകുമ്പോൾ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറുണ്ടായിരുന്നു. എന്നെ അടയ്ക്കാക്കുരുവിലെന്നായിരുന്നു വിളിക്കുന്നത്. അടയ്ക്കാക്കുരുവി. പിന്നെ എൻ്റെ അപ്പുറത്ത് അമ്മയുണ്ട്. അമ്മയെക്കുറിച്ചൊക്കെ വീണ്ടും ഞാൻ പറയാം. അമ്മ എന്നെ വിളിക്കുന്നത് പാറ്റയെന്നാണ് വിളിക്കുന്നത്, വെള്ളപ്പല്ലി ഇങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇത്തിരി പൊക്കക്കുറവായിരുന്നു എനിക്ക് ആദ്യം. അപ്പം ഞങ്ങളുടെ അമ്മയുടെയൊക്കെ കുടുംബത്തിൽ മിക്കവർക്കും അങ്ങനെയൊക്കെയാണ്. അനിയനും ഇത്തിരി പൊക്കക്കുറവാണ്. പക്ഷെ എന്നെക്കാട്ടിലും പൊക്കമുണ്ട് അവന്. പക്ഷെ കണ്ടാൽ അത്രയും തോന്നുകയില്ല. അപ്പം അങ്ങനെ എന്താണ് പറയുന്നത്, പ്രണയമൊക്കെ അപ്പം എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അവളുമായിട്ട് മിണ്ടുമെങ്കിലും ഇവർ തമ്മിലാണ് കൂടുതൽ. അപ്പം അവളുടെ പുറകെ ഒരു പയ്യൻ നടക്കും. അപ്പം ഇങ്ങനെ നമ്മൾ റോഡ് സൈഡിലൊക്കെ സൈക്കിളിലൊക്കെ വന്ന് നിന്നിട്ട് അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവൾക്ക് ഇഷ്ടമല്ല പയ്യനെ.
പക്ഷേ ഈ റോഡിലൊക്കെ വന്ന് നോക്കുക, കമൻ്റ് അടിക്കാനൊന്നും എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ അവരുടെ കൂടെ പോകാതിരിക്കാൻ നോക്കും, എനിക്കിത് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ഇപ്പം ചോദിക്കും ഇവളോട് ആരും ഇഷ്ടത്തിന് വരാത്തതുകൊണ്ടായിരിക്കും എന്ന്. പക്ഷേ ഞാൻ പറയാണ്, ഞാൻ ഡിഗ്രി കഴിയുന്നിടം വരെ എൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു പേരും നമ്മൾ അതിനെയൊക്കെ ഇങ്ങനെ, എൻ്റെ മൈൻഡ് വേറെ രീതിയിലാണ്. അപ്പം ആ ഒരു കൂട്ട് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഇപ്പം സ്കൂളിലൊക്കെ വെച്ച് എൻ്റെ തലവേദനയോ പനിയൊക്കെ വരുമ്പോൾ നമ്മളെ വീട്ടിൽ പറഞ്ഞു വിടും. ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ വിടും. അപ്പം നമ്മുടെ അടുത്തൊരു ടീച്ചറുണ്ട്. ടീച്ചർ ചോദിക്കും, നമ്മളെയൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട്, അധികം ദൂരമില്ലാത്ത സ്കൂളാണ്. അപ്പം വീട്ടുകാരെ മിക്കവാറും അടുത്തുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മളെ അറിയാം എന്നുള്ളതാണ്. പേഴ്സണലായിട്ട് അറിയാവുന്നവരായിരിക്കും. എവിടെ ചെന്ന് എന്തെങ്കിലും ഇതിൽ നിന്നാലും നമ്മളെ അറിയാവുന്നവരാണ് മൊത്തം. ടീച്ചർ ചോദിക്കും, തലവേദന ഉള്ളതാണോ? ഈ ചോദ്യം കേൾക്കുമ്പോഴേ നമ്മുടെ തലവേദന തീരും. ചിലപ്പോൾ പറയും, തലവേദന സാരമില്ല, മരുന്ന് തരാം, അവിടെ ഇരുന്നോളാൻ പറയും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഞാനെൻ്റെ കൂട്ടുകാർ വന്നിട്ടൊക്കെ ഉണ്ട് അങ്ങനെ വീടുകളിൽ, തിരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ ഇപ്പം +1 +2 ആയപ്പം അവളെൻ്റെ ഫ്രണ്ട് വേറെ ദൂരെ സ്കൂളിലാണ് പോയത്. ഞാൻ പിന്നെ ഒറ്റയ്ക്കായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് വേറൊരു ഫ്രണ്ടിനെ കിട്ടുന്നത്. വേറെ ട്യൂഷൻ സെൻ്ററിലാണ്. അപ്പം സാറാണെങ്കിൽ ഫുള്ള് എഴുതിപ്പിക്കലിൻ്റെ ആളാണ്. എന്നുവെച്ചാൽ പഠിച്ചിട്ട് സാറിന് പറഞ്ഞു കേൾപ്പിക്കുന്നതിനെക്കാട്ടും കൂടുതൽ എഴുതി കാണിക്കണം. സാർ അതിനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും ഇല്ലാതെ കീറി പരിശോധിച്ചിട്ടാണ് നമുക്ക് പേപ്പർ തിരിച്ചു തരുന്നത്. സാറിന് എന്നെ ഭയങ്കര വിശ്വാസം. ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് എന്തെങ്കിലും പഠിക്കാതെ ചില ദിവസം പഴയ ഏതെങ്കിലും ഒന്നുകൂടെ എഴുതി കാണിക്കും സാറിന്. അല്ലാതെ നമുക്ക് നിവർത്തില്ല. പഠിക്കാൻ ചിലപ്പം വിട്ടുപോകും, കുറേ കാണും. പക്ഷെ സാറ് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. എങ്കിലും നമ്മൾ ട്യൂഷൻ സെൻ്ററിൽ കുറച്ച് പേരെ ഉള്ളായിരുന്നു. അപ്പം കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടിയതുകൊണ്ട് വലിയ മാർക്കൊന്നും അല്ല, എന്നെങ്കിലും ആ ക്ലാസ് അത്രയും 5-8 പിള്ളേരുള്ളായിരുന്നതിൽ ലാസ്റ്റ് വന്നപ്പം 3-4 പിള്ളേരായി. അവർക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള താല്പര്യം കൂടുതൽ കൊണ്ടും മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടും നിർത്തിപ്പോയി. ആ ഉള്ള 4-5-6 പിള്ളേരിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടി. അതുകൊണ്ട് എന്നോട് ടീച്ചർമാർക്കൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു ട്യൂഷൻ സെൻ്ററിൽ. നമ്മുടെ സ്വന്തം വീട്ടിൽ ഈ അറിയാവുന്നവരാണ്. പ്രശ്നം അതാണ്, വലിയ പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് ഈ അറിയാവുന്നവരായതുകൊണ്ടാണ് ഒരു കുരുത്തക്കേടിനും പോകാത്തതാണ്. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഞങ്ങളുടെ ട്യൂഷൻ സെൻ്ററിലോട്ട് പോകുന്നത് വേറെ വീട്ടിൽ കൂടെ കയറിയാണ്. അവിടെ ആൾതാമസമൊന്നും ഇല്ലാത്ത വീടാണ്, ചെറിയൊരു വീടാണ്. അപ്പം അവിടെ നിറയെ നല്ലൊരു പറമ്പാണ്. അവിടെ കുറേ തിന്നാനുള്ള കായ്കളൊക്കെ ഉണ്ട്. അപ്പം ഇവളെന്തോ ഇപ്പം അറിയാം, ഇവളുടെ കയ്യിലുള്ള പണ്ടത്തെ കുട ഉണ്ടല്ലോ, നീ നിൽക്കുമ്പം കുട എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ കുടയാണ്. അപ്പോൾ അവൾ ആ കുട ഇങ്ങനെ വെച്ചിട്ട് ഒരു സൈസിൽ ചെറിയുണ്ട്, നല്ല ചുവപ്പ് കളറുള്ള ചെറിയ ആപ്പിൾ പോലെ ഇരിക്കും, ചെറിയ ആപ്പിൾ പോലെ, എല്ലാവർക്കും അറിയാം. നമ്മൾ കുട ഇങ്ങനെ എടുത്തിട്ട് അത് തട്ടിയിടും. എന്നിട്ട് ഞങ്ങളതൊക്കെ പറിച്ച് ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ ചെറിയ പുളിയൊക്കെയാണ്. എന്നിട്ടാണ് നേരെ ചെന്ന് സാറിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നത്. ചിലപ്പോൾ സാറിനെ നമ്മൾ രാവിലെയൊക്കെ വരാൻ താമസിക്കുകയാണെങ്കിൽ ഒരു കാട്ടിൽ കൂടെ കയറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൻ്റെ അവിടെ നേരെ കയറാം, സാറ് കാണത്തില്ല. ഒരു പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരോട് അങ്ങനെ വന്നപ്പോൾ സാറ് മനസ്സിലായെന്ന് തോന്നുന്നു. പല പ്രാവശ്യം ഞങ്ങൾ മുങ്ങി ഇങ്ങനെ വരുന്നുണ്ടെന്ന്. വാതിൽക്കൽ തന്നെ നോക്കി നിൽപ്പുണ്ട്. ഞങ്ങൾ വരുന്ന ആ ദിശ ഏതോണം അങ്ങോട്ടും നോക്കി സാറിങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളുടെ കാട്ടിക്കൂടെ കയറി നേരെ ചെല്ലുന്ന സാറിൻ്റെ അടുത്ത് കണ്ട് സാറപ്പം ഇവിടെ രണ്ട്. ഇപ്പോഴത് ഓർക്കുമ്പോൾ സന്തോഷമാണ്. ഞങ്ങൾ രണ്ടോടെ ചെന്നു. എന്താ താമസിച്ച? സാറേ അതങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. സ്ഥിരം ഇപ്പം ഈ വഴി വന്നാൽ ഞാൻ കാണത്തില്ലെന്ന് വിചാരിച്ചല്ലേ? ഇല്ല സാറേ, അങ്ങനെയില്ല. കൈ നീട്ട്, ഓരോന്ന് തന്ന് 2 പേർക്കും, ഇനി മേലെ താമസിച്ച് വരാം. ശരി. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിൽ ചെന്നു. അപ്പം ഞങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചറാണ്, അത് ഈ സാറിൻ്റെ വൈഫാണ്. ടീച്ചർ പൊതുവേ ഒരു ചിരി വെച്ചാൽ ചിരിച്ചുകൊണ്ട് വർത്താനം പറയത്തുള്ളൂ എന്ന് പറയത്തില്ല, അതുപോലെയാണ്. ഭയങ്കര സ്നേഹമാണ്. വഴക്കും ബഹളമൊന്നുമില്ല, അടിയൊന്നുമില്ല. നമ്മൾ ഭയങ്കര കാര്യമായിട്ട് പതുക്കെ സംസാരിക്കുന്ന ഒരു ടീച്ചറാണ്. ടീച്ചറാണ് സാറിനോട് പറഞ്ഞു കൊടുത്തത്, അല്ല സാറ് നിങ്ങളെ കുറേ ദിവസം കൊണ്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതാണ്. പിന്നെ എൻ്റെ കൂടെയുള്ള ആൺപിള്ളേർ എന്ന് പറയുമ്പോൾ കൂടെ പഠിക്കുന്നേ അത് നമ്മളറിയാവുന്നവരൊക്കെയാണ്. എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത് അവൾ സത്യം പറഞ്ഞാൽ അവൾ ഞങ്ങളുടെ നാട്ടിലുള്ളതല്ല, അവൾ അമ്മയുടെ വീട്ടിൽ നിന്നൊന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ ഇവളെ അങ്ങ് ഇഷ്ടം പോലെ അങ്ങ് കളിയാക്കും.
ഞാനപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, എനിക്ക് ഈ പിള്ളേരുന്ന് എന്നെ എന്താ കളിയാക്കാതെ. അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു, നിങ്ങളാരും എന്താ എന്നെ കളിയാക്കാതെ, ഇവളെ മാത്രം എപ്പോഴും താനൊരു പാവമല്ലോട്. ഞാൻ പറഞ്ഞേ ഞാൻ പാവമാണോ, തന്നെ കളിയാക്കാൻ തോന്നില്ല ഇപ്പം. പക്ഷേ ഇപ്പോഴും ഭയങ്കര സാധനം എന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കും. പിന്നെ ഞാൻ രഹസ്യമായിട്ടൊരു പരസ്യം പോകും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞാൻ സമയമൊന്നും പറയുന്നില്ല, ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നൊരു സാറുണ്ടായിരുന്നു. അപ്പം സാറിനോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. സാറത് ഏതോ ഒരു രീതിയിൽ എഴുതുന്ന രീതിയിൽ ബോർഡിൽ എഴുതി എന്നെ അത് എന്താ പറയുക പറഞ്ഞു തന്നു. എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ട്. ഇത് മനസ്സിലാക്കി ഞാൻ തന്ത്രപൂർവ്വം ഞാനത് മനസ്സിലാവാത്ത രീതിയിൽ സാറിനോട് പെരുമാറിയിട്ട് ലാസ്റ്റ് സാർ ബുക്കിനകത്ത് എന്തോലോ കാണിച്ചു തന്നിതാണ് എനിക്ക്. പക്ഷേ അത് മനസ്സിലാക്കേണ്ടി വന്നു. സാർ ആ രീതിയിലത് എഴുതി തന്നു. ജസ്റ്റ് ഒരു വാക്കുകൾ, ഈ ഗ്രാമർ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഇതാണ്, അങ്ങനെ തന്നു. പക്ഷേ നമുക്കതൊന്നും കാര്യമല്ലല്ലോ, അതൊന്നും ശരിയായ കാര്യമല്ല എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് അതവിടെ കൊണ്ട് നിർത്തി. സാറിന് വേറെ ആരെയോ കിട്ടി പ്രണയിക്കാൻ. പിന്നെ കുറേ നാൾക്ക് ശേഷം ഞാൻ അറിയുന്ന കുറച്ച് ദിവസത്തിന് ശേഷം പിന്നെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരു കുട്ടിയായിട്ട് സാറിന് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് ഞാൻ അവിടുത്തെ പ്രിൻസിപ്പൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ആ കുട്ടിയോട് ചോദിച്ചു സാറ്. അപ്പം അതിങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും പറഞ്ഞു, അവിടെ തന്നോട് വല്ലതും പറഞ്ഞായിരുന്നു സാർ എന്നാൽ എൻ്റെ ഒരു. ഞാൻ പറഞ്ഞു സാറ് പറയുന്നത് കേട്ടു, വേറെ ആരാണ്ടൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ കേട്ടു, താരങ്ങനെ ഉണ്ടോ. ഞാൻ പറഞ്ഞു ബോർഡ് ഓടുന്നു, എന്തൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ എന്നോട് ചോദിച്ചേനെന്ന് പറഞ്ഞു. പക്ഷേ സാറ് പിന്നെ അധികം നാൾ പഠിപ്പിച്ചിട്ടില്ല അവിടെ. പക്ഷേ സാറിപ്പോൾ ഭയങ്കര ലെവലിലാണ്, നല്ല രീതിയിലൊക്കെ പോകുന്നു, ഫേമസ് ആയിട്ടുള്ള ആളായി മാറി, ജോലിയൊക്കെ ഉണ്ട്, കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കുന്നു. പക്ഷേ ഓരോരുത്തർക്കും ഓരോരുത്തരോട് ഇഷ്ടം തോന്നാം. ചിലർക്ക് സാറുമാരോട് അങ്ങോട്ട്. പിന്നാണ് അറിഞ്ഞത് സാറിന് ആ കുട്ടിയോടല്ലായിരുന്നു, ആ കുട്ടിക്ക് സാറിനോടായിരുന്നു പ്രണയം എന്ന് ആണ് അറിഞ്ഞത്. അപ്പം ഇത് HM നമ്മുടെ പ്രിൻസിപ്പൾ മനസ്സിലാക്കിയിട്ട് സാറുമായിട്ട് സംസാരിച്ചു. സാറ് പറഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു താല്പര്യം അതിനില്ല, പക്ഷെ അതിന് ആ ഒരു താല്പര്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടൊന്നും അത് ശരിയാവുന്നില്ല, അതുകൊണ്ട് സാറിനെ പഠിപ്പിക്കാൻ വരുന്നില്ല എന്ന് സാറ് തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് സമാധാനം. ഞാനോർത്തോടെ ഇങ്ങനെയുള്ള സാറുമാരുണ്ടോ ലോകത്ത് എന്ന്. പിന്നീടാണ് നമ്മൾ അറിഞ്ഞത് അങ്ങനെയല്ല, തിരിഞ്ഞായിരുന്നു എന്നുള്ളത് അറിഞ്ഞത്. പക്ഷേ സാറ് പിന്നീട് വന്നിട്ടില്ല. അതൊരു നല്ല കാര്യമാണ്, കാരണം അനാവശ്യമായ വർത്തമാനങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. ഞാനിപ്പോൾ ആ കൊച്ചിനെ കാണുമ്പോൾ ഇത് ആരാന്ന് പറഞ്ഞു, പിന്നീട് ആ കുട്ടിയെ കാണുമ്പോൾ ഞാനിങ്ങനെ അടയ്ക്കും, കൊച്ചു കൊള്ളാമല്ലോ. അത് 9ലോ 10ലോ പഠിക്കുന്ന കൊച്ചല്ല. അതൊക്കെ പോയി അവരും കല്യാണം കഴിച്ച് അവരും സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുള്ള കൂട്ട്, പിന്നെ PGക്ക് പഠിക്കുമ്പോഴുള്ള കൂട്ട് എന്താ. പക്ഷേ എപ്പോഴും നമ്മുടെ മനസ്സിൽ എത്ര ഉയരങ്ങളിലുള്ള പഠിത്തത്തിലായാലും എപ്പോഴും നമുക്ക് കൂട്ടെന്ന് പറയുന്നത് കുഞ്ഞു ക്ലാസ്സിലുള്ള നമ്മുടെ കൂട്ടുകാരാണ്. അവരെയൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ട്. ഞാൻ ഏതായാലും എൻ്റെ കൂട്ടുകാരോടൊക്കെ ചോദിച്ചിട്ട് പറയാം എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്തുവാണെന്ന്. ഓക്കെ.